കണ്ണൂരിൽ കൊടും ക്രൂരതയ്ക്കിരയായ ആനയെ ഉത്സവത്തിന് ഉപയോഗിക്കുന്നത് വിലക്കി വനം വകുപ്പ്. തളാപ്പ് സുന്ദരേശ്വര ക്ഷേത്രോത്സവത്തിൽ പൊട്ടിയൊലിക്കുന്ന വ്രണവുമായി 3 മണിക്കൂറിലേറെ ആനയെ എഴുന്നള്ളിപ്പിൽ പങ്കെടുപ്പിച്ചിരുന്നു. ഇന്ന് വൈകിട്ട് തന്നെ ആനയെ പാലക്കാട്ടേക്ക് തിരിച്ചു കൊണ്ടുപോയി. ആനയെ മുറിവുണങ്ങുന്നതുവരെ മറ്റു ഉത്സവങ്ങളിൽ എഴുന്നള്ളിപ്പിന് ഉപയോഗിക്കരുതെന്നും നിർദ്ദേശം. മംഗലംകുന്ന് ഗണേശൻ എന്ന ആനയെയാണ് പരിക്ക് വകവയ്ക്കാതെ എഴുന്നള്ളിപ്പിനെത്തിച്ചത്. ഇരുകാലുകൾക്ക് മുകളിലുമുള്ള മുറിവുകൾ പഴുത്ത് നീരൊലിക്കുന്ന നിലയിലായിരുന്നു. നടക്കാൻ പാടുപെടുന്ന ആനയുടെ മുറിവിൽ മരുന്നെന്ന പേരിൽ മഞ്ഞൾപ്പൊടിയും മറ്റും നിറച്ചിരുന്നുവെന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. അവശനായ ആനയെ പരിക്ക് വകവയ്ക്കാതെ എഴുന്നള്ളിപ്പിന് ഉപയോഗിച്ചത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് വനം വകുപ്പിന്റെ നടപടി. ഉത്സവത്തിന് തുടക്കം കുറിച്ചു നടന്ന എഴുന്നള്ളിപ്പിൽ 4 കിലോമീറ്ററോളം ദൂരമാണ് ആനയെ നടത്തിച്ചത്. നിയമം ലംഘിച്ച് ആനയെ എഴുന്നള്ളിച്ചതിൽ വനം വകുപ്പിന് പരാതി നൽകിയതായി വൈൽഡ് ലൈഫ് റെസ്ക്യൂവറും ആനപ്രേമിയുമായ മനോജ് കാമനാട് പറഞ്ഞു. എല്ലാ ജില്ലകളിലും ഫെസ്റ്റിവൽ മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റി എല്ലാ വർഷം ഫെസ്റ്റിവൽ തുടങ്ങുന്നതിന് മുന്നേ ചേർന്നുകൊണ്ട് എന്തൊക്കെ എടുക്കണമെന്നോ അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന ഈ 47 ഉത്സവ കമ്മിറ്റിക്കാരെയും വനം വകുപ്പ് മീറ്റിങ്ങിന് വിളിച്ച് എല്ലാവരെയും ബ്രീഫ് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനൊരു സംഭവം നടക്കുന്നത്. അപ്പോൾ ഇത് ക്ഷേത്രത്തിന്റെ ഭാഗത്തു നിന്നും വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ച തന്നെയാണ്. എഴുന്നള്ളിപ്പിന് 72 മണിക്കൂർ മുൻപ് ആനയെ പരിശോധിച്ച് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങണമെന്നും ആരോഗ്യ പ്രശ്നമുള്ള ആനയെ എഴുന്നള്ളിപ്പിന് ഉപയോഗിക്കരുതെന്നും നിർദ്ദേശമുണ്ടെങ്കിലും ഇതൊന്നും പാലിച്ചില്ലെന്നാണ് ആരോപണം. തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ക്ഷേത്രത്തിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു. ആനയെ ഇന്ന് തന്നെ തിരിച്ചയക്കണമെന്നും വ്രണം പൂർണ്ണമായും ഭേദമാകും വരെ ഒരിടത്തും ആനയെ ഉപയോഗിക്കരുതെന്നും നിർദ്ദേശം നൽകുകയും ചെയ്തു. ആനയുടെ ഫിറ്റ്നസ് രേഖ ഉടമ നൽകിയിരുന്നുവെന്നും വനം വകുപ്പിന്റെ നിർദ്ദേശം പാലിക്കുന്നെന്നും തളാപ്പ് സുന്ദരേശ്വര ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി KP വിനോദ് കുമാർ പറഞ്ഞു. നമ്മൾ കയ്യിലുള്ള പേപ്പർ വെച്ചിട്ട് നമുക്ക് ആനേനെ പങ്കെടുപ്പിക്കാം. പിന്നെ ആന അങ്ങനെ ഒരു കാഴ്ചക്കോ ഇതില്ല, നമുക്ക് അങ്ങനെ ഒരു ആനേനെ പറ്റിയൊരു തോന്നിയിട്ടില്ല. ഡോക്ടർ സർട്ടിഫിക്കറ്റ് അത് തന്നെയാണ് ഫിറ്റ്നസ് എന്ന് പറയുന്നത്. ആനക്ക് അത് വെച്ചിട്ടാണ് നമ്മളെല്ലാ ആനകളുടെയും കാര്യത്തിൽ തീരുമാനം ഉണ്ടാകുന്നത്. അതല്ലേ ഗവൺമെന്റ് നിർദ്ദേശം അതായിരിക്കില്ല. വൈകിട്ട് തന്നെ ആനയെ പാലക്കാടേക്ക് തിരിച്ചു കൊണ്ടുപോയി. ന്യൂസ് മലയാളം, കണ്ണൂർ.